ഹലോ എല്ലാവർക്കും നമസ്കാരം. റൈസ് ഓൺ KTUവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ മോഡ്യൂൾ 1ലെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസിലെ കൂടെ നിങ്ങൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഇല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തുള്ള കറണ്ടിൻ്റെ വേരിയേഷൻസും വോൾട്ടേജിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതൊരു പ്രോബ്ലത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രാക്ടിക്കൽ നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് ഇൻഡിവിജ്വൽ കറൻസ് കണ്ടുപിടിക്കാം, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് KVL-ഉം KCL-ഉം വെച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഷുവറായിട്ട് വരുന്ന ഒരു മൊഡ്യൂളിൻ്റെ പാർട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. കണ്ടന്റിൽ ആദ്യമായിട്ട് സൈൻ കൺവെൻഷൻസ് ടു ബി ഫോളോഡ് വൈൽ അപ്ലൈയിങ് KVL അല്ലെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സൈൻ കൺവെൻഷൻസ് ആണ് ആദ്യം പറയുന്നത്. Then we will deal with application of KVL to a closed path, then mesh current method. ഈ മൊഡ്യൂളിൽ രണ്ട് പ്രധാന പ്രോബ്ലംസ് ആണ് വരുന്നത്. മെഷ് കറന്റ് മെത്തേഡും ഉണ്ട്, നോഡൽ അനാലിസിസ് ഉണ്ട്. അതിൽ മെഷ് കറന്റ് മെത്തേഡാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഈ പാർട്ടിൽ പഠിക്കുന്നത്. ദെൻ മെഷ് അനാലിസിസ് യൂസിങ് മാട്രിക്സ് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇങ്ങനെ മെഷ് കറന്റ് മെത്തേഡ് പഠിക്കാം എന്നുള്ളതിന് ഒരു മെട്രിക്സ് ഫോമിൽ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ കൺവെൻഷനെ കുറിച്ച് പറയാം. എന്താണ് സൈൻ കൺവെൻഷൻ? When current flows through a resistance, the voltage drop occurs across the resistance. അപ്പോൾ കറണ്ട് ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു, രണ്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു. ഓക്കെ, രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് polarity of the voltage drop always depend on the direction of current. That current always flows from higher potential to lower potential. എപ്പോഴും എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് പറയുന്നത്. അതായത് ആദ്യത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്നതാണ്. ദാറ്റ് മീൻസ് there is a fall in potential. പൊട്ടൻഷ്യൽ ഫോൾ ആണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ സൈൻ കൺവെൻഷനിൽ ആദ്യത്തെ തമ്പ് റൂൾ ഇതാണ്, പ്ലസ് നിന്ന് മൈനസിലേക്കാണ് കറണ്ട് ഫ്ലോ ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് എടുക്കുന്നത്. സിമിലർലി തിരിച്ച്, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്, മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എന്ത് ചെയ്യുന്നു? അതൊരു റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുന്നു. ഇപ്പോൾ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ വോൾട്ടേജ് ഡ്രോപ്പിനെ നെഗറ്റീവ് സൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? While raising a closed path, if we go for a positive marked terminal to negative marked terminal, then the voltage must be taken as negative. അപ്പോൾ fall in potential എന്താണ്? നെഗറ്റീവ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അതിനെ നമ്മൾ -IR കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എന്ത് പറയും? -IR കൊണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഫിഗറിൽ പ്ലസിൽ നിന്ന് മൈനസിലേക്ക്, അതായത് പ്ലസ് വലുതാണെന്നും മൈനസ് ചെറുതാണെന്നും തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലേക്ക് വയ്ക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുന്നു, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് fall in potential. Similarly, while raising a closed loop or closed path, if we go from a negative marked terminal to positive marked terminal, we will take it as പോസിറ്റീവ്. അതിന് നമ്മൾ പൊട്ടൻഷ്യൽ റൈസ് എന്ന്. അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പ്ലസിൽ നിന്ന് മൈനസിലേക്ക് പോകുന്ന കറണ്ട് ഫ്ലോ, മൈനസിൽ നിന്ന് പ്ലസിലേക്ക് പോകുന്നത് എന്താണ്? അത് പൊട്ടൻഷ്യൽ റൈസ് ആണ്. രണ്ട് സിമ്പിൾ പോയിന്റിൽ വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി കൺസിഡേർഡ് പോസിറ്റീവ് ആൻഡ് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ഷുഡ് ബി കൺസിഡേർഡ് നെഗറ്റീവ്. ഇതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്താണ്? പോസിറ്റീവായിട്ടും ഫോൾ ഇൻ പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ടും പറയുന്നത്. അത് ബാറ്ററിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. സിമിലർലി പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ. മൈനസിൽ നിന്ന് നെഗറ്റീവ് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. ഇഫ് യു ഗോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി, there is a fall in potential and the EMF should be assigned a negative sign. So first case we will give negative V എന്നാണ് കൊടുക്കേണ്ടത്. Similarly, as we go from A to B, there is a fall in potential and the EMF of the cell will be assigned as negative sign. എന്താണ്? നെഗറ്റീവ് സൈൻ ആണ്. ഓക്കെ ആണല്ലോ? On the other hand, if we go from negative terminal of the battery to the positive terminal, there is a rise in potential. എന്താണ്? റൈസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ EMFന് എന്ത് സൈൻ കൊടുക്കും? പോസിറ്റീവ് സൈൻ കൊടുക്കും. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു.
റെസിസ്റ്റൻസിലൂടെ ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പോസിറ്റീവ് ആവുന്ന എങ്ങനെ നെഗറ്റീവ് ആവുന്നതെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ റൈസ് ഇൻ പൊട്ടൻഷ്യലും ഫോൾ ഇൻ പൊട്ടൻഷ്യലും പറഞ്ഞു. സിമിലർലി ബാറ്ററി അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നത് ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആണെന്നും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നത് റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണ്. ഹെൻസ് ഇറ്റ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് KVL ടു എ ക്ലോസ്ഡ് പാത്ത് ആണ്. ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തിട്ട് എങ്ങനെ അവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഫിഗർ, അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ് അല്ലേ. ഫസ്റ്റ് ഫിഗർ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അവിടെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല എങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ. ഇതിലിപ്പോൾ 2 വോൾട്ടേജ് ഉണ്ട്, V1ഉം V2 അല്ലേ. V1ഉം V2. നമുക്കിപ്പോൾ ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷനേ അറിയില്ല. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഞാൻ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്യുക. ഇത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതാ ശരിയാവാം, തെറ്റാവാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്, റൈസ് ഇൻ പൊട്ടൻഷ്യൽ വരുന്നിടത്ത് പോസിറ്റീവും ഫോൾ ഇൻ പൊട്ടൻഷ്യൽ വരുന്നിടത്ത് നെഗറ്റീവും. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ ട്രേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലോ. ഇതിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനും സെയിം തന്നെയാണ്. രണ്ടും സെയിം തന്നെയാണെങ്കിൽ അതിൻ്റെ മീനിങ് ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് നെഗറ്റീവ് ആയിരിക്കും. അതൊരു ഫോൾ ഇൻ പൊട്ടൻഷ്യലാണ്. അതുപോലെ തന്നെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ അതൊരു റൈസ് ഇൻ പൊട്ടൻഷ്യലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡയറക്ഷൻ ഓഫ് ട്രേസിങ്ങും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡ്രോപ്പും എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതൊരു ഫോൾ ഇൻ പൊട്ടൻഷ്യലാണ്. അതുപോലെ വോൾട്ടേജ് നമ്മൾ പറഞ്ഞതാണ്, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുമ്പോൾ അതെന്താണ്, റൈസ് ഇൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി പറയാം. ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. ഇത് പ്ലസ് ആണ് അല്ലേ. ഈ പ്ലസ് കണക്ട് ചെയ്തേക്കണം പ്ലസ് ആയിരിക്കത്തില്ലേ. പ്ലസ് കഴിഞ്ഞ് അടുത്ത് വരുന്ന എന്താണ്, നെഗറ്റീവ് അല്ലേ. ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ് ആണ്, ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ അടുത്തത് പോസിറ്റീവ് ആയിരിക്കും, അടുത്ത നെഗറ്റീവ് ആയിരിക്കും, അടുത്ത പോസിറ്റീവ് ആയിരിക്കും, അടുത്ത നെഗറ്റീവ് ആയിരിക്കും. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പോലെയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആണല്ലോ. കറണ്ട് കണ്ടുപിടിക്കുക മാത്രമല്ല, ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇൻ കേസ് നമ്മളെടുത്ത ഡയറക്ഷൻ, നമ്മുടെ ഡയറക്ഷൻ ഓഫ് ട്രേസിങ് തെറ്റിപ്പോവുകയാണെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷൻ വരും. അത്രയേ ഉള്ളൂ. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നാണ്. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന കറണ്ട് I1 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സീരീസിലാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം ഞാൻ I1 എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ കറണ്ടിൻ്റെ പേര് I1. ഈ കറണ്ട് തന്നെയല്ലേ എല്ലായിടത്തും സീരീസിൽ സെയിം കറണ്ട് തന്നെയല്ലേ. സോ I1 ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പാണ് -I1R1. എന്താണ്, -I1R1. അത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് എ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ അത് +V1 എന്താവും, +V1. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്താണ്, -I1R2, -I1R2. then ഇവിടെ എത്തുമ്പോൾ -I1R3. സിമിലർലി -I1R4. ഇവിടെ എത്തുമ്പോൾ അത് റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണ്, +V2 = 0. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഈ രണ്ടാമത്തെ ഫിഗറിലും കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഡ്രോപ്പാണ്, സോ മൈനസ് വരും. അടുത്തൊരു റൈസ് ആണ്, പോസിറ്റീവ് വരും. അടുത്തത് ഡ്രോപ്പാണ്, അടുത്ത ഡ്രോപ്പാണ്, അടുത്ത ഡ്രോപ്പാണ്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും റൈസ് വരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം വേണ്ടിയിട്ടാണ് നമ്മൾ സൈൻ കൺവെൻഷൻ പറഞ്ഞത്. ഇനി നമുക്കതൊരു ഇക്വേഷനായിട്ട് എഴുതാം. ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ ഇതിൽ വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us trace this closed path in a clockwise direction, that is ABCDA. ABCD എന്ന് പറയുന്ന ഈ ലൂപ്പിൻ്റെ പേരാണ് ABCDA. അപ്പോഴാണ് കംപ്ലീറ്റ് ലൂപ്പ് ആവുന്നത്. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. ABCDA വരുമ്പോൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് ഡ്രോപ്പ് -I1R1. ഇതിൽ I എന്നാണ് കൊടുത്തേക്കുന്നത്. I1 എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. -IR1 +V1 അത് റൈസ് ആണ്, -IR2 അത് ഡ്രോപ്പാണ്, -IR3 -IR4 ഇത് രണ്ടും ഡ്രോപ്പാണ്. ദെൻ +V2 = 0. ഇതിന് ആൽജിബ്രൈക് സം 0 എന്നല്ലേ നമ്മൾ റൂളിൽ പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് ഇക്വൽ ടു 0. സോ അതിനെ പ്ലസും എല്ലാം ഒരു സൈഡിൽ മൈനസ് അടുത്ത സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ബിക്കംസ് V1 + V2 = IR1 + IR2 + IR3 + IR4. ഓക്കെ ആയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ KVL സൈൻ കൺവെൻഷൻ അനുസരിച്ച് ചെയ്യുന്നത്. സോ when we are applying KVL, direction in which loop is to be traced is not important, but following the sign convention is the most important. അതാണ് ഞാൻ പറഞ്ഞത്.
ട്രേസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതോ ആയിക്കോട്ടെ, ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. പക്ഷേ നമ്മൾ പറഞ്ഞ സൈൻ കൺവെൻഷൻ 2 റൂളും പൊട്ടൻഷ്യൽ ഡ്രോപ്പും റൈസും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എടുത്ത ഡയറക്ഷൻ തെറ്റിപ്പോയി, അപ്പോൾ തിരിച്ചാണ് ഡയറക്ഷൻ വരുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ലൂപ്പ് ട്രേസ് ചെയ്യുന്ന പാത്ത് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, സൈൻ കൺവെൻഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്ത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പോകുന്ന പാർട്ട് മെഷ് കറണ്ട് മെത്തേഡാണ്. മെഷ് കറണ്ട് മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ മെഷ് കറണ്ട് മെത്തേഡിലേക്ക് വരാം. മെഷ് കറണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സിംഗിൾ ലൂപ്പാണ്. അതുപോലത്തെ n നമ്പർ ഓഫ് ലൂപ്പ് വരുന്നതാണ് മെഷ് കറണ്ട് മെത്തേഡ്. അതിൽ n നമ്പർ ഓഫ് കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ മെഷ് കറണ്ട് മെത്തേഡിൽ നമ്മൾ 5 സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞത്. ഇനി ഈ സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം കിട്ടുമ്പോഴും അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇൻഡിവിജ്വൽ കറണ്ട്സ് ആൻഡ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വരാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഓൾ ദ മെഷേഴ്സ് ഓഫ് ദ സർക്യൂട്ട്. നമ്മൾ സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ എല്ലാ മെഷേഴ്സ്, ഇപ്പോൾ എന്താണ് മെഷർ നിങ്ങൾക്ക് അറിയാം, ക്ലോസ്ഡ് പാത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മെഷേഴ്സ് എല്ലാം മനസ്സിലാക്കുക, എത്ര മെഷ് ഉണ്ടോ അതിനെയൊക്കെ മാർക്ക് ചെയ്യുക. അസൈൻ മെഷ് കറണ്ട് ആൻഡ് ലേബൽ പൊളാരിറ്റീസ്. നമുക്കിപ്പം 2 മെഷാണ് ഉള്ളതെങ്കിൽ മെഷ് 1 മെഷ് 2 എന്ന് കൊടുക്കുക. ആ കറണ്ട് ഇപ്പോൾ I1 I2 എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ IB എന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മെഷ് കറണ്ടിനെ നെയിം ചെയ്യുകയും പൊളാരിറ്റി മാർക്ക് ചെയ്യുകയും ചെയ്യുക, നമ്മളിപ്പോൾ ചെയ്തതുപോലെ. ദെൻ സ്റ്റെപ്പ് 3 അപ്ലൈ KVL അറ്റ് ഈച്ച് മെഷ് ടു ഗെറ്റ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ. ഓരോയിടത്തും നമ്മളിപ്പോൾ ചെയ്തതുപോലെ KVL അപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം n ആണ് നിങ്ങളുടെ നമ്പർ ഓഫ് അൺനോൺസ് എങ്കിൽ എത്ര ഇക്വേഷൻസ് വരും? n അൺനോൺസ് വരില്ലേ? സിമിലർലി ഇവിടെ 2 മെഷാണ് ഉള്ളതെങ്കിൽ 2 മെഷ് കറൻസ് ഉണ്ടാവും, 2 മെഷ് കറൻസ് ആണ് ഉള്ളതെങ്കിൽ 2 ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ മെഷ് കറന്റ് കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അസ്യൂം ദാറ്റ് ദ കറണ്ട് ഓഫ് മെഷ് ദാറ്റ് യു കൺസിഡർ അറ്റ് ദ പോയിന്റ് ഇസ് ദ ലാർജസ്റ്റ്. നമ്മൾ ഓരോ മെഷും എടുക്കുമ്പോൾ അവിടുത്തെ കറണ്ടാണ് ഹയർ എന്ന് വിചാരിക്കുക. കാരണം 2 മെഷ് എടുക്കുമ്പോൾ, അത് നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. 2 മെഷ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു മെഷ് ആണെന്ന് വയ്ക്കാം, ഇങ്ങനെ ഒരു നമ്മൾ കറണ്ട് എടുക്കുന്നു, ഇങ്ങനെ ഒരു കറണ്ട് എടുക്കുന്നു അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് ഏതാണ്ട് ഫസ്റ്റ് കേസിൽ ഡൗൺവേർഡ്സ് ആണ്, അതുപോലെ ഈ കേസിൽ ഇത് അപ്വേർഡ്സ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസിൽ എടുക്കുമ്പോൾ ഇതായിരിക്കും ഹയർ കറണ്ട് ആയിട്ട് എടുക്കേണ്ടത്, സെക്കൻഡ് കേസിൽ എടുക്കുമ്പോൾ ഇതായിരിക്കും ഹയർ കറണ്ട് ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ആ പോയിന്റിൽ പറഞ്ഞത്. ക്ലിയർ ആയില്ലെങ്കിൽ അത് വിട്ടേക്കൂ, നമുക്കത് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട. ഓരോ മെഷീനും അതിൽ എടുക്കുന്ന കറണ്ടാണ് ഹയർ എന്ന് മനസ്സിലാക്കുക. സോൾവ് ദ റിസൾട്ടിങ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ഫോർ ദ മെഷ് കറൻസ്. എന്നിട്ട് ഈ കിട്ടുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. വെൻ ദ മെഷ് കറൻസ് ആർ നോൺ ദ വോൾട്ടേജസ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഓംസ് ലോ. ഇപ്പം നമുക്ക് കറണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി വോൾട്ടേജസ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് കിട്ടും. ഇത്രയാണ് മെഷ് കറണ്ട് മെത്തേഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഈ പ്രോബ്ലം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലമായതും മനസ്സിലാവും, വ്യക്തമായി മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 12 വോൾട്ടേജിൻ്റെ ബാറ്ററി ഉണ്ട്, ഒരു 4 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്, 8 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്, ഒരു 5 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് 6 വോൾട്ടേജ്. ഇതിനെ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയിം പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ നെയിം ചെയ്യുക. ഇഷ്ടമുള്ള ഒരു സീരീസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ABCD എന്ന് പറയുന്ന ഫസ്റ്റ് മെഷ്, BEFCB എന്ന് പറയുന്ന അടുത്ത മെഷ്, അങ്ങനെ 2 മെഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയാലോ? പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യം ഐഡൻറ്റിഫൈ ഓൾ ദ മെഷസ് ഓഫ് ദ സർക്യൂട്ട്. ഇതായിരുന്നുള്ള നമ്മൾ സ്റ്റെപ്പ് 1. ആദ്യത്തെ മെഷ് നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് മെഷ് എന്താണ്? ഫസ്റ്റ് മെഷ് മെഷ് 1. ഫസ്റ്റ് മെഷ് മെഷ് 1. സിമിലർലി സെക്കൻഡ് മെഷ് മെഷ് 2. വേറെ മെഷ് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഇനി ചിലവർ നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ ചോദിക്കും, അപ്പോൾ ഇതൊരു മെഷ് അല്ലേ എന്ന് ചോദിക്കും. ഇതൊരു മെഷ് തന്നെയാണ്, പക്ഷെ അതിൽ 2 കറൻസും ഇൻക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഒരു കാര്യം 2 പ്രാവശ്യം എടുത്തിട്ട് കാര്യമല്ലോ, കൂടുതൽ നമ്പർ ഓഫ് ഇക്വേഷൻ ആക്കാമെന്നല്ലേ ഉള്ളൂ. സോ ഇവിടെ 2 മെഷിൻ്റെ ആവശ്യമുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്പം മെഷ് 1 എന്താണ്? ABCDAയും സെക്കൻഡ് മെഷ് എന്താണ്? BEFCBയും. 2 മെഷ് കിട്ടി. ഇനി നമ്മൾ അതിൽ കറണ്ട് അസൈൻ ചെയ്യുന്നു. ആദ്യത്തെ കറണ്ട് എന്താണ് അസൈൻ ചെയ്തത്? കറണ്ട് ടേക്കൺ ആസ് I1, ഫസ്റ്റ് കറണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം പ്ലസ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് പ്ലസ് ആയി, ഇവിടെ നെഗറ്റീവായി, വീണ്ടും പ്ലസ് ആയി, ഇവിടെ നെഗറ്റീവായി.
ഓക്കെ അല്ലേ? സിമിലർലി ഇവിടുത്തെ കറണ്ട് I2 ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, പിന്നെയും പ്ലസ് മൈനസ് വരും, പ്ലസ് മൈനസ് വരും. അപ്പോൾ എല്ലാ പൊളാരിറ്റീവായി എല്ലാ കറണ്ടിനെയും നമ്മൾ ചെയ്തു. I1 I2 എന്ന് പറയുന്ന രണ്ട് കറണ്ടും അസൈൻ ചെയ്തു. രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുന്നത്. KVL അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. കറണ്ടിനെ നമുക്ക് ഓരോന്ന് ഇത് രണ്ട് മെഷീൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോന്ന് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ കറണ്ടാണ്, ഈ മെഷ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ കറണ്ടാണ് ഹയർ, ഈ മെഷ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മെഷാണ്, ഈ കറണ്ടാണ്, ഈ മെഷ് കറണ്ടാണ്, മെഷ് 2 കറണ്ട് I2 ആണ് ഹയർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇതൊരു അസംഷൻ മാത്രമാണ്. സോൾവ് ചെയ്യുമ്പോൾ തെറ്റാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിക്കോളും. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ മൈനസിൽ നിന്ന് പ്ലസിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരുന്നത്, അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. സോ I1 × 4 അല്ലെങ്കിൽ 4I1 എന്ന് വരും. അത് -4I1 എന്ന് വരും, കാരണം ഇത് ഡ്രോപ്പ് ആണല്ലോ, അതുകൊണ്ട് -4I1 എന്ന് വരും. അടുത്ത ഇത് -8I1 എന്ന് വരും. ഇവിടെ വരുമ്പോൾ ഇത് മൈനസിൽ നിന്ന് പ്ലസിലേക്കല്ലേ പോകുന്ന, പൊട്ടൻഷ്യൽ റൈസ് അല്ലേ, സോ +12 വോൾട്ടേജ് എന്ന് വരും. സോ -4I1 -8I1 +12 = 0 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. സിമിലർലി ഇവിടെയാണെങ്കിലോ ഇവിടെ -5I2 -6, കണ്ടോ, ഇവിടെ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് വരുന്നത് അല്ലേ. പ്ലസിൽ നിന്ന് മൈനസിലേക്ക് വരുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്. അപ്പോൾ സോ അത് -6 ആണ്. -6 -8I2 = 0 എന്ന് വരും. നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ലൂപ്പ് ABCDA -4I1 -8I1 -I2 എന്തുകൊണ്ട് I1 -I2 എന്നെടുത്ത്? അത് രണ്ടും ഈ മെഷ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1, ഇവിടെ കൂടെ വരുന്ന കറണ്ട് I2. ഇത് രണ്ടും ഈ 8 ഓം റെസിസ്റ്ററിലൂടെ പോവുകയല്ലേ. പക്ഷെ ഫസ്റ്റ് കേസിൽ മെഷ് 1ന്റെ കേസ് എടുക്കുമ്പോൾ I1 ആണ് ഹയർ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ I1 -I2 ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് എടുക്കുന്നു. സോ അവിടെ I1 -I2. സെക്കൻഡ് കേസിൽ വരുമ്പോൾ അത് I2 -I1 ആയി മാറുകയാണ് ചെയ്യുന്നത്. സോ -4I1 -8I1 -I2 +12 = 0. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ -12I1 +8I2 = -12. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി BEFCB എന്ന് പറയുന്ന മെഷ് എടുക്കുമ്പോൾ -5I2 -6, അവിടെ മൈനസ് തന്നെയല്ലേ 6ന്റെ വരുന്നത്, -8I2 -I1 = 0. അതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 8I1. സിംപ്ലിഫൈ ആണ് നമ്മൾ ചെയ്തത്, സോൾവ് ഇനിയേ ചെയ്യത്തുള്ളൂ. 8I1 -13I2 = 6 എന്ന് വരുന്നത്. അങ്ങനെ രണ്ട് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ് അടുത്തത്. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലിട്ട് വേണമെങ്കിൽ ചെയ്യാം. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ, FX സീരീസിലെ കാൽക്കുലേറ്റേഴ്സിലെല്ലാം ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ I1ന്റെ I2ന്റെ വാല്യൂ കിട്ടുകയാണ് ചെയ്യുന്നത്. വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണമെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.7 ആംപിയർ ആണ് I1 കിട്ടിയത്. സിമിലർലി 0.26 ആംപിയർ ആണ് I2 കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് കറണ്ട് 1.7 ആംപിയർ, സെക്കൻഡ് കറണ്ട് 0.26 ആംപിയർ. ഇവിടെ നമ്മൾ അസംഷൻ എന്ത് തന്നെ എടുത്താലും ഇവിടെ ഫൈനലൈസ് ചെയ്തില്ലേ, ഏതാണ് ഹയർ കറണ്ട്? I1 എന്ന് പറയുന്ന 1.7 ആംപിയർ ആണ് I2-നേക്കാളും ഹയർ. സോ കറണ്ട് ത്രൂ 4 ഓം റെസിസ്റ്റർ എന്ന് പറയുന്നത്, 4 ഓം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടെ പോകുന്ന I1 അല്ലേ കറണ്ട്. സോ I1 എന്താണ്? 1.7 ആംപിയർ. സിമിലർലി 5 ഓമിലൂടെ പോകുന്നത് 0.26 ആംപിയർ. 8 ഓമിലൂടെ പോകുന്നത് I1 -I2, 1.7 - 0.26, that is 0.91 ampere. When the mesh currents are known, the voltage may be obtained by Ohm's law. Of voltage across. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. Find the voltage across 4 ohm resistor. Find the voltage across 5 ohm resistor. നമുക്കിപ്പോൾ അവിടുത്തെ കറണ്ട് അറിയാമെങ്കിൽ I × V ചെയ്താൽ പോരെ, I × R ചെയ്താൽ പോരെ, അവിടുത്തെ വോൾട്ടേജ് കിട്ടത്തില്ലേ. V = I × R. അങ്ങനെ നമുക്ക് ഓരോ റെസിസ്റ്ററിലെയും വോൾട്ടേജ് ഡ്രോപ്പ് അറിയാം. ബിക്കോസ് V = IR. V = IR എന്നുള്ള ഇത് വെച്ചിട്ട്
നമുക്ക് ഓരോ റെസിസ്റ്റൻസും 4 into 1.7 4.6268 വോൾട്ട് 5 into 4 into 0.26 1.045 ഇൻറ്റു ആണ്. ഇത് മിസ്റ്റേക്ക് ആണ്. 5 ഓം റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ 5 into I2 5 into I2 ആണ്. ഇത് മിസ്റ്റേക്ക് ആണ്. 5 into I2 ആക്കാണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ദെൻ വോൾട്ടേജ് അക്രോസ് 8 ഓം റെസിസ്റ്റർ 8 into I1 minus I2 അത് ചെയ്യുമ്പോൾ 7.28 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനുള്ള കറണ്ട് കണ്ടുപിടിക്കുകയും ആ കറണ്ട് വെച്ച് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്യും. ഇനി ഇതിനൊരു എളുപ്പം വഴിയുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്രാമേഴ്സ് റൂൾ വെച്ച് ചെയ്യാം. അതിനെക്കുറിച്ചാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. മെഷ് അനാലിസിസ് യൂസിങ് മെട്രിക്സ് ഫോം. അത് വളരെ സിമ്പിളാണ്. ഞാൻ അങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് മെട്രിക്സ് ഉണ്ട്, ആർ മെട്രിക്സ്. ഇതാണ് അതിൻ്റെ ആർ എൻ ടേംസ് ഉള്ള ഒരു മെട്രിക്സ് ഉണ്ട്, ആർ മെട്രിക്സ്. അതുപോലെ ഒരു ഐ മെട്രിക്സ് ഉണ്ട്. ആർ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വി. സോ ആർ മെട്രിക്സ് ഇൻറ്റു ഐ മെട്രിക്സ് ഈസ് ഈക്വൽ ടു വി മെട്രിക്സ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ. ആർ എന്ന് പറയുന്ന എൻ ഇൻറ്റു എൻ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഐ എന്ന് പറയുന്ന എൻ ഇൻറ്റു 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെ മനസ്സിലാവും? എന്നും എന്നും സെയിം അല്ലേ? സോ എൻ ഇൻറ്റു 1 എന്ന് പറയുന്ന വി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് മാറും. ഇത് ബേസിക് അരിത്തമെറ്റിക് ആണ്. നിങ്ങളുടെ മെട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അതിൽ കൂടുതലൊന്നും പോകുന്നത്. നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് I1 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ റെസിസ്റ്റൻസ് മെട്രിക്സ് കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഡിറ്റർമിനൻ്റ് ഈസ് കോൾഡ് ഡെൽറ്റ. എന്താണ്? ഡെൽറ്റ എന്ന് പറയുന്നതാണ് ആർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ. ഇനി എന്താണ് ഡെൽറ്റ 1? ഈ ഫസ്റ്റ് റോ ഓഫ് റെസിസ്റ്റൻസ് മെട്രിക്സിനെ നമ്മൾ വോൾട്ടേജ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഡെൽറ്റ 1. അതുപോലെ സെക്കൻഡ് റോ ആണ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ബിക്കംസ് ഡെൽറ്റ 2. തേർഡ് റോ ആണ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ 3 ആൻഡ് എൻ വരെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് I1. ഡെൽറ്റ 2 ബൈ ഡെൽറ്റ എടുത്തു കഴിഞ്ഞാൽ I2. ഡെൽറ്റ 3 ബൈ, ശ്രദ്ധിക്കണേ അത് ഡെൽറ്റ 3 ആണ്. ഡെൽറ്റ 3 ബൈ ഡെൽറ്റ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് I3. ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് ഫോമിലെ ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. നമ്മൾ 5 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. 5 സ്റ്റെപ്പുകളിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷ് കറണ്ട് അസ്യൂം ചെയ്യുക. ഓരോ മെഷിലും അതാത് കറണ്ടാണ് ഹയർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കെ കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ച് ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എൻ കറണ്ട് ഉണ്ടെങ്കിൽ എൻ ഇക്വേഷൻസ് കിട്ടും. അത് സോൾവ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കും. ആ കറണ്ട് വെച്ച് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി അത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഇഫ് there is ആർ മെട്രിക്സ്, റെസിസ്റ്റൻസ് മെട്രിക്സിന് ആർ മെട്രിക്സ് എന്ന് നമുക്ക് പറയാം. അത് എത്രയാണോ റെസിസ്റ്റൻസ് ഉള്ളത് അത്രയും വലിയ മെട്രിക്സ് ആയിരിക്കും. ഇൻറ്റു കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് മെട്രിക്സ് വി. ആൻഡ് I1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ ഡെൽറ്റ. I2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. I3 ഈസ് ഈക്വൽ ടു ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്കൊരു റിയൽ ടൈം പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ ഒരു ചെറിയ വോൾട്ടേജ് ആണ്, ചെറിയ ഒരു സർക്യൂട്ടാണ്. 7 വോൾട്ടേജ് ഉണ്ട്, ദെൻ 7 വോൾട്ടേജ് ഉണ്ട്, 6 വോൾട്ടേജ് ഉണ്ട്, 9 വോൾട്ടേജ് ഉണ്ട്. അങ്ങനെ 3 വോൾട്ടേജ് സോഴ്സ് ആണുള്ള 1 2 3 4 എന്ന് പറയുന്ന 4 റെസിസ്റ്റൻസും ഉണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ നെയിം ചെയ്യുന്നു. എ ബി സി ഡി ഫസ്റ്റ് മെഷ്, ബി ഇ എഫ് സി സെക്കൻഡ് മെഷ്. സോ ഫസ്റ്റ് മെഷ് ഈസ് എ ബി സി ഡി എ, സെക്കൻഡ് മെഷ് ഈസ് ബി ഇ എഫ് സി ബി. ഇത്രയും ചെയ്തിട്ട് നമ്മൾ അതിന് ഇക്വേഷൻസ് എഴുതുന്നു. ആദ്യത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ വരുന്ന എന്താണ്? ഇവിടെ മൈനസ് നിന്ന് പ്ലസിലേക്ക് വന്നു. സോ +7. ഇവിടെ വരുമ്പോൾ -I1 ഇൻറ്റു 1 അല്ലെങ്കിൽ -1I1. ഇവിടെ വരുമ്പോൾ -2 ഇൻറ്റു I1 - I2 -6. ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലേ? -6 is equal to 0. It becomes what? It becomes 0. അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സോ 7 - 1I1 - 2I1 + 2I2 - 6 is equal to 0 എന്ന് കിട്ടും. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ്റെ സിംപ്ലിഫിക്കേഷൻ 3I1 - 2I2 is equal to 1 എന്നാണ് വരുന്നത്. സെക്കൻഡ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് 6 - 2I2 - I1 - 3I2 - 4I2 - 9 is equal to 0. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 3I1 - 2I2 is equal to 1 ആയിരുന്നു.
ഇക്വേഷൻ നമ്പർ 2 -2i1 പ്ലസ് 9i2 ഇസ് ഇക്വൽ ടു -3. ഇതിൽ നമുക്ക് എന്താണ്, ഇതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇതിലെ റെസിസ്റ്റൻസ് i1 i2 എന്ന് പറയുന്നതിൻ്റെ റെസിസ്റ്റൻസ്, ആദ്യത്തെ കേസിലെ റെസിസ്റ്റൻസ് R1 ആണ്, 3 ദേ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ 3 ആണ് ഈ 3 ആണ് ഈ 3. സിമിലർലി ഇവിടെ വരുന്ന -2 അതാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ -2 ഇവിടെ വരുന്നു, ഇവിടെ +9. ഇതാണ് റെസിസ്റ്റൻസ് മെട്രിക്സ്. സിമിലർലി കറണ്ട് നമുക്ക് അറിയത്തില്ല, i1 i2 നമ്മൾ ഇട്ടു. സിമിലർലി വോൾട്ടേജ് എന്താ, 1ഉം -3. അപ്പോൾ RI I ആയി, അതുപോലെ V ആയി. ഇനി നമുക്ക് R11 R12 R21 R22 എന്ന് പറയുന്ന ആ മെട്രിക്സ് 3 -2 -2 9 എന്ന് പറയുന്ന ആ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേര് റെസിസ്റ്റൻസ് മെട്രിക്സ്. എന്ത് പറയും, റെസിസ്റ്റൻസ് മെട്രിക്സ്. സിമിലർലി I1 I2 എന്ന് പറയുന്ന കോളം മെട്രിക്സിന് നമ്മൾ പറയുന്ന പേര് മെഷ് കറന്റ് മെട്രിക്സ്. സിമിലർലി V1 V2 എന്ന് പറയുന്ന 1 -3 എന്ന് പറയുന്ന കോളം മെട്രിക്സ് നമ്മൾ പറയുന്ന പേര് സോഴ്സ് മെട്രിക്സ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ക്രാമേഴ്സ് റൂൾ വെച്ച് ഇതിനെ ആൻസർ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇതിൽ I1 എന്ന് പറഞ്ഞാൽ Δ1 ബൈ ഡെൽറ്റ അല്ലേ, അതിനാദ്യം ഡെൽറ്റ കണ്ടുപിടിക്കണം. എങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും, 3 × 9 മൈനസ് -2 × -2, so it becomes 27 - 4 which is equal to 23. ഫസ്റ്റ് ഡെൽറ്റ കിട്ടി. ഡെൽറ്റ അല്ലേ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യാറുള്ളൂ, അപ്പോൾ ഡെൽറ്റ മാറിപ്പോകരുത്. സോ we have to find Δ1 after that. ഫസ്റ്റ് ഡെൽറ്റ കിട്ടി. ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, Δ1 കണ്ടുപിടിക്കണം അല്ലേ, Δ1 കണ്ടുപിടിക്കണം. ഓക്കെ ഡെൽറ്റ കണ്ടുപിടിച്ചു. Δ1 എന്നാണ് ഫസ്റ്റ് റോ അങ്ങ് മാറ്റുക, ഫസ്റ്റ് കോളം അങ്ങ് മാറ്റുക. ഫസ്റ്റ് കോളത്തിനെ V1 ഉം V2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. V1 V2 എന്താണ്, 1 -3. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ്, 1 × 9 മൈനസ് -2 × -3 and the answer becomes 3. Similarly Δ2 is -7. എന്താണ് I1, Δ1 by ഡെൽറ്റ. Δ1 എന്താ 3 by ഡെൽറ്റ എന്താണ് 23. സോ 3/23 ആണ് ആദ്യത്തെ ആൻസർ, I1ൻ്റെ ആൻസർ. നിങ്ങൾ ഡെസിമൽ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. സിമിലർലി -7/23 ആണ് I2ൻ്റെ ആൻസർ. സോ I1 becomes 3/23 which is equal to 0.13 ആംപിയർ. I2 ഒരു മൈനസ് വാല്യൂ ആണ്, അതായത് നമ്മളെടുത്ത I2 അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെന്നാണ്. ക്ലോക്ക് വൈസിലാണല്ലോ നമ്മൾ അസ്യൂം ചെയ്ത്. എല്ലാ കേസിലും നിങ്ങൾ അസംഷൻ ക്ലോക്ക് വൈസ് മതി. അത് തിരിച്ച് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് വന്നോളൂ. ഇവിടെ അതുപോലെയാണ് വന്നത്, I2 നെഗറ്റീവ് കാണിക്കും. ദാറ്റ് മീൻസ് അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് അതിൻ്റെ ഡയറക്ഷൻ യഥാർത്ഥത്തിൽ പോകുന്നത്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദി I2 ഇസ് 0.304 ആംപിയർ. സോ I2 കാണിക്കുന്നത് ആക്ച്വൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇത്രയും പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം, ഇതിന്ന് ഷുവർ ആയിട്ടൊരു പ്രോബ്ലം എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. സോ KVL വെച്ചിട്ടുള്ള ആദ്യത്തെ പ്രോബ്ലം മെഷ് കറണ്ട് അനാലിസിസ് നമ്മൾ സ്റ്റെപ്പ് വെച്ചും ചെയ്തു, അത് കഴിഞ്ഞൊരു റിയൽ ടൈം പ്രോബ്ലവും ചെയ്തു. രണ്ടും നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.